അകക്കണ്ണുകൊണ്ടാണ് ചന്ദ്രബാബു മാഷ് മിമിക്രി ആസ്വദിക്കുന്നത്. ഈ ഇരിപ്പ് നോക്കണ്ട, ആൾ പണ്ട് മിമിക്രി വേദി അടക്കി വാണിരുന്ന ആളാണ്. ആട്ടിടയനായ രമണനും ചന്ദ്രികയും ആണാടിന്റെയും പെണ്ണാടിന്റെയും ശബ്ദത്തിൽ സംസാരിച്ചാൽ എങ്ങനെയാകും എന്ന് ഞാൻ കേൾപ്പിക്കാം. ആൺകുട്ടികളുടെ മിമിക്രി മത്സരം തുടങ്ങിയത് മുതൽ മാഷ് സദസ്സിലുണ്ട്. മറ്റുള്ളവരെല്ലാം ശബ്ദം മാത്രം കേട്ട് ആസ്വദിക്കുമ്പോൾ മാഷിന്റെ മനസ്സിൽ ചിത്രങ്ങൾ കൂടി തെളിഞ്ഞു വരും. സിനിമാ നടന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ശബ്ദങ്ങൾ മാഷിന് അത്ര താല്പര്യമില്ല, എങ്കിലും നന്നായി ആസ്വദിക്കും. എൻ്റെ റൂൾസ് എൻ്റെ ഇഷ്ടത്തിന് ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അത് അനുസരിക്കാൻ പറ്റാത്തവരോട് എനിക്ക് പറയാനുള്ളത് കണക്ക് പുറത്ത് ഹുക്കും പിണറായിക്കാ ഹുക്കും. എല്ലാവർക്കും കൈയടിച്ച് പ്രോത്സാഹനം നൽകും. ഇടയ്ക്ക് നന്നായി ചിരിക്കും. സസൂക്ഷ്മം ശബ്ദങ്ങൾ ഹൃദയത്തിലേക്ക് എടുക്കും. മാഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രകൃതിയെ തനത് രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ്. ഈ മുട്ടൊക്കെ പൊടിച്ചിട്ട് ഓമനൊക്കെ അടിക്കുമ്പോൾ ആറ് സൗണ്ട് അപ്പോൾ അതെങ്ങോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാഷി കലോത്സവത്തിൽ ഉൾപ്പെടെ മിമിക്രിയിൽ 1-ാം സ്ഥാനത്തോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കേരളം എന്ന കൊച്ചു സുന്ദരി. മിമിക്രിയുടെ നിലവാരം കുറയാൻ കാരണം കൃത്യമായ പരിശീലനം കുട്ടികൾക്ക് കിട്ടാത്തതാണെന്നാണ് മാഷിന്റെ അഭിപ്രായം. എങ്കിലും മാഷ് എല്ലാ കലോത്സവത്തിനും എത്തും. നന്നായി മിമിക്രി ആസ്വദിക്കും. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ടീം റിപ്പോർട്ടർ, തിരുവനന്തപുരം.